എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാൻ ഇതിനു മുന്നിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി എക്സ്പെരിമെന്റ് ആയിട്ടാണ്. ആക്ച്വലി ഒരു കുക്കിംഗ് എക്സ്പെരിമെന്റ് തന്നെ പറയാം. കോയമ്പത്തൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി നല്ലോണം മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്തായാലും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ അരിഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് കട്ടിങ് പരിപാടികൾ ആദ്യം തീർത്ത് വെക്കാം. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു വലിയ ചെറുനാരങ്ങ കഴുകി വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ മുറിച്ചിട്ട് ചെറുനാരങ്ങ നീരെടുക്കും. കുക്കിങ്ങിലോട്ട് എടുക്കാം. ഞാൻ കുക്കർ യൂസ് ചെയ്തിട്ടാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിപ്പോൾ കുക്കർ യൂസ് ചെയ്തിട്ടായതുകൊണ്ട് ബാച്ചിലേഴ്സിനും പിന്നെ മടിയായിട്ടുള്ള ഇരിക്കുന്നവർക്കും ഒക്കെ ഒരു ഹോളിഡേ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് കുക്കർ വെക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് ആവശ്യത്തിന് നെയ്യ്, ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാനിപ്പോൾ കുറച്ച് അല്പം ഓയിൽ കൂടുതൽ ഒഴിച്ചെന്നേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഏലക്ക, കരയാമ്പൂ, ബേ ലീവ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം എടുത്ത് നിൽക്കരുത്, അത് മാറുന്ന വരെ വഴറ്റണം. അതിനുശേഷം ഞാൻ നമ്മുടെ ഇലകൾ, പുതിനയില, മല്ലിയില ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ അടുത്ത് തന്നെ ബിരിയാണിക്ക് വേണ്ട വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് ബിരിയാണി റൈസിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ആ ഒരു അളവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ സബോള ആഡ് ചെയ്തു. അപ്പോൾ സബോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ബിരിയാണിയുടെ ടേസ്റ്റ് നല്ലോണം കൂടുള്ളൂ. അപ്പോൾ ഈ സബോള വഴറ്റുന്നതിനിടയിൽ ഞാൻ ഒരല്പം ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചു. അടുത്തതായിട്ട് ഇത് നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് യൂസ് ചെയ്തത്. അത് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്തു. ഈ ബിരിയാണി മസാലയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വീണ്ടും വഴറ്റി കൊടുക്കണം. പച്ചമണം നല്ലോണം മാറണം, അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്തു.
തക്കാളി ഓരോരുത്തരുടെ പുളിയുടെ കണക്കനുസരിച്ചിട്ട് 1-2 വേണമെങ്കിൽ എടുക്കാം. തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് നല്ലതുപോലെ വഴന്ന് വന്നപ്പോൾ ഞാൻ ചിക്കൻ ആഡ് ചെയ്യാണ്. ചിക്കനിൽ ഞാൻ 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ചേർത്ത് 1 അവർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആയിരുന്നു. ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചെറുനാരങ്ങ നീരും ആഡ് ചെയ്യണം. ചെറുനാരങ്ങ നീര് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ യോഗേർട്ടും ആഡ് ചെയ്ത് കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കണം. ഉപ്പിൻ്റെ അളവ് സ്വല്പം ഒന്ന് കൂടി നിൽക്കണം, എന്നാലാണ് നമ്മുടെ റൈസിലും ഉപ്പ് പിടിക്കുള്ളൂ. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നല്ലോണം തള വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. അത് വളരെ ചെറിയ റൈസ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റും കിട്ടാറുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളൊരു 15 മിനിറ്റ്സ് വേവിക്കാനായിട്ട് വെക്കും. 15 മിനിറ്റ്സ് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് കൂടെ വെക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ റൈസും ചിക്കനും ഒക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ആ ബാക്കി 10 മിനിറ്റ്സ് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റായി വരാനാണ് നമ്മൾ അവസാനം അങ്ങനെ ചെയ്യണത്. അപ്പോൾ ദേ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മുടെ ബിരിയാണി ദേ നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം. ഓക്കെ, അടിപൊളി. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കാം.